ഹായ് എസ് എസ് സി സി ജി എൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ 15th സെഷനാണിത്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് എല്ലാ വീഡിയോസും കാണാവുന്നതാണ്, പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഈ സെഷനിൽ നമ്മൾ റിമൈനിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് സി ജി എല്ലിൻ്റെ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ പേഴ്സൻറ്റേജിൻ്റെ ചാപ്റ്ററിലെ എലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അതും 3% വരുന്ന ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. രാജു, രവി ആൻഡ് അശോക് contested an election. 5% votes polled were invalid. Raju got 30% of the total votes. Ravi got 32% of the total votes. The winner got 5,136 more votes than the person who received the least number of votes. Find the total number of votes polled. ഒരു ഇലക്ഷനിൽ 3 കാൻഡിഡേറ്റ്സിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സോ ആ ഇലക്ഷനിൽ 3 കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഇനി അവിടെ പോളായിട്ടുള്ള വോട്ട്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ മൊത്തം വോട്ടിൻ്റെ 5% വോട്ട്സ് ഇൻവാലിഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മൊത്തം വോട്ടിൻ്റെ 5% ഇൻവാലിഡിൽ പോയി. അതിനുശേഷം പിന്നെ പറയുന്നത് രാജു ഗോട്ട് 30% ഓഫ് ദ ടോട്ടൽ വോട്ട്സ് എന്നാണ് പറയുന്നത്. എഗെയിൻ സോ അവിടെയും നമുക്ക് ആ ഒരു വാലിഡ് വോട്ട്സിനെ കുറിച്ചല്ല പറയുന്നത്, ടോട്ടൽ വോട്ട്സിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി തന്നെ എടുത്തു പോകാൻ പറ്റും. രാജുവിന് കിട്ടിയ വോട്ട്സ് എന്ന് പറയുന്നത് 30% വോട്ട്സ് ആണ് കിട്ടിയത്. ആൻഡ് രവി ഗോട്ട് 32% ഓഫ് ദ ടോട്ടൽ വോട്ട്സ്. അഗെയിൻ ടോട്ടൽ വോട്ട്സിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. സോ രവിക്ക് കിട്ടിയ വോട്ട്സ് എന്ന് പറയുന്നത് 32% വോട്ട്സ് ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇനി ഒരു തേർഡ് പേഴ്സൺ കൂടിയുണ്ട്. തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് അശോക് ആണ്. അശോകിന് എത്ര പെർസെൻറ്റേജ് വോട്ട് കിട്ടിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ എല്ലാ വോട്ടും കൂടി ചേർത്ത് എത്ര പെർസെൻറ്റേജ് വരണം, 100% വോട്ട്സ് ആണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും 30 + 5 35 ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്കത് റിമൈനിങ് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് 67% വോട്ട്സ് ആയിട്ടുണ്ട്. സോ ഇനി റിമൈനിങ് വോട്ട്സ് നോക്കുകയാണെങ്കിൽ 100 - 67 നമുക്കവിടെ 33% വോട്ട്സ് ആണ് ബാക്കി വരുന്നത്. സോ അതായിരിക്കും അശോകിന് കിട്ടിയേക്കുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് ദ വിന്നർ ഗോട്ട് 5,136 വോട്ട്സ് മോർ ദാൻ ദി പേഴ്സൺ ഹു റിസീവ്ഡ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് വോട്ട്സ് എന്നാണ് പറയുന്നത്. സോ ജയിച്ച ആൾക്ക് കിട്ടിയ വോട്ടും അതിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ആളും തമ്മിലുള്ള വ്യത്യാസമാണ് 5,136 വോട്ട്സിൻ്റെത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അശോകിനാണ്. സോ അശോക് ആയിരിക്കും വിന്നർ എന്ന് പറയുന്നത്. ആൻഡ് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ 30% ആണ്, അതെന്ന് പറയുന്നത് രാജു ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ആ വോട്ടിൻ്റെ ഡിഫറൻസിനെയാണ് നമുക്ക് അവിടെ തന്നിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള വോട്ടിൻ്റെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട് 3% വോട്ടിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത്. ആൻഡ് ആ 3%ന് കറസ്പോണ്ടിങ് ആണ് നമുക്ക് എന്ത് തന്നേക്കുന്നത്, 5,136 വോട്ട്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്ന ടോട്ടൽ വോട്ട്സ് ആണ്. ടോട്ടൽ വോട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ വോട്ട്സ് എത്രയാണ്, 100% ആണ്. സോ ഡയറക്റ്റ്ലി 100% എത്രയാണെന്ന് കണ്ടുപിടിച്ച് നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ 5,136 എന്ന് പറയുന്നതാണ് 3%. സോ ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് 1% എത്രയാണെന്ന് കിട്ടും. നമുക്ക് വേണ്ടി ടോട്ടൽ ആണ്. സോ 100 × 100 ചെയ്യുമ്പോൾ നമുക്ക് 100% എത്രയാണെന്ന് കിട്ടും. സോ നമ്മൾ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് 121 എന്ന് പറയുമ്പോൾ 7, ദെൻ 3 എന്ന് പറയുമ്പോൾ 1. സോ 171 വരുന്നതായിരിക്കും ആൻസർ. സോ ഓപ്ഷൻ എയോ സിയോ ആണ് നമ്മുടെ ആൻസർ. ദെൻ റിമൈനിങ് മുമ്പിലോട്ട് കൂടി പോവുകയാണെങ്കിൽ പിന്നെ 6ൽ 3 2 ടൈംസ് പോകും. സോ നമുക്കിവിടെ ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട് 1712 1712. അപ്പം നമുക്ക് ഈ 2 ഓപ്ഷൻസ് എഗെയിൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് 2 0 കൂടി ഇവിടെ ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 1712 ലാസ്റ്റ് 00 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷനിൽ നമുക്ക് ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ആൻഡ് ഓപ്ഷൻ സി നമ്മുടെ റോങ് ആൻസർ ആണ്. ബാക്കി 2 ഓപ്ഷൻസ് നമുക്ക് ഓൾറെഡി എലിമിനേറ്റ് ആയി നമ്മൾ ചെയ്ത് വന്നപ്പോൾ തന്നെ. നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈവൻ ദോ 3 പേരുണ്ടെങ്കിൽ പോലും നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ സ്റ്റെപ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നത്. എ ഹോഴ്സ് വാസ് സോൾഡ് ഫോർ ₹60,000 അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20%. അപ്പോൾ നമുക്കിവിടെ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. ആ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 20% പ്രോഫിറ്റിലുള്ള സെല്ലിംഗ് പ്രൈസ് ആണ് തന്നിരിക്കുന്നത്. 20% പ്രോഫിറ്റിലുള്ള സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ വിറ്റത് എത്ര തന്നെ ആയിരിക്കും, 100 രൂപയുടെ സാധനം 20% പ്രോഫിറ്റിൽ വിൽക്കുകയാണെങ്കിൽ 120%ലായിരിക്കും വിറ്റിരിക്കുന്നത്. ആൻഡ് ആ പ്രൈസ് ആണ് എന്തും തന്നേക്കുന്നത് ₹60,000 എന്ന് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ ക്വസ്റ്റിന് ചോദിക്കുന്നത് ഫോർ വാട്ട് പ്രൈസ് ഷുഡ് ഹി ഹാവ് സോൾഡ് ടു ഗെയിൻ എ 30% പ്രോഫിറ്റ്. അപ്പോൾ ഇതേ ആർട്ടിക്കിളിനെ നമുക്കൊരു 30% പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എത്ര വിലയ്ക്കായിരിക്കണം വിൽക്കേണ്ടിയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 20% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 120% ആണെങ്കിൽ 30% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 130ലായിരിക്കണം അത് വിൽക്കുന്നത്. 130 ആ പെർസെൻറ്റേജിലായിരിക്കും അത് വിൽക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിളാണ്. നമുക്കറിയാം 12 ×
5 ചെയ്യുമ്പോഴാണ് നമുക്ക് 60 വരുന്നത്. അങ്ങനെയാണെങ്കിൽ 13 into 5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 65 വരും. ആൻഡ് റിമൈനിങ് 3 zeros ഉണ്ട്. സോ ആ 3 zeros. സോ ആൻസർ വിൽ ബി 65,000. നോക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ ആൻസർ വന്നു. സോ ഓപ്ഷൻ ബി 65,000 ആണ് ആൻസർ. സോ again നമ്മൾ ഫോർമുലയിലേക്ക് ഒന്നും പോകാതെ അല്ലെങ്കിൽ രണ്ട് ഫോർമുലാസ് കൺസിഡർ ചെയ്യാതെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ വഴി തന്നെ ആൻസർ എടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. അടുത്തതൊരു ഓൾജബ്രയുടെ ക്വസ്റ്റൻ ആണ്. ലൈക്ക് കൈൻഡ് ഓഫ് റിലേറ്റഡ് ടു സിംപ്ലിഫിക്കേഷൻ ആണ് എന്നും നമുക്ക് പറയാം. ഓൾജബ്ര പ്ലസ് സിംപ്ലിഫിക്കേഷൻ്റെ ഒരു ക്വസ്റ്റൻ. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന റിലേഷൻ, വലിയൊരു റിലേഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതിനൊന്ന് ക്രോസ് ചെയ്യാം. സോ അതിനൊന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ നമുക്ക് -1024 ഈക്വൽ ടു നമുക്ക് ഇവിടുന്ന് ഈ -2 ഇവിടെ ഉണ്ട്. സോ ഇൻറ്റു നമ്മുടെ ഈ ഡിനോമിനേറ്റർ അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ആയി കഴിഞ്ഞാൽ എ ബി മൈനസ് ബി സി മൈനസ് സി എ. നമുക്കിനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാവുന്ന ഫോർമുലയുടെ ആ ടേംസിലേക്ക് കൊണ്ടുവരാനാണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ നമുക്ക് ഈ -1024 അങ്ങ് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. ആൻഡ് ഈ റൈറ്റ് സൈഡിലുള്ളതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. സോ -2 എന്നുള്ളത് +2 എന്നാകും. ആൻഡ് റിമൈനിങ് ബ്രാക്കറ്റിലുള്ളത് അതേപോലെ തന്നെ നിൽക്കും. അതിൻ്റെ സൈൻ ചേഞ്ച് ആകത്തില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സൈൻ നമ്മൾ ചേഞ്ച് ആവുന്ന എപ്പോഴാണ്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴാണ്. സോ ഈക്വൽ ടു നമുക്ക് ആ -1024 എന്നുള്ളത് നമുക്ക് +1024 എന്ന് വരും. ഇനി നമുക്ക് അവിടെ നോക്കിയാൽ കാണാം, നമ്മൾ ഈ എഴുതിയേക്കുന്ന ആ ഒരു റിലേഷൻ അല്ലെങ്കിൽ നമുക്ക് ഈ കിട്ടിയ ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോർമുലയായിട്ട് നല്ല റിലേറ്റഡ് ആണ്. പക്ഷെ നമ്മുടെ ആ ഒരു ഫോർമുല വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ആൻഡ് ഇവിടെ നമുക്ക് ഈ രണ്ട് മൈനസ് വന്നിരിക്കുന്ന പ്ലേസ് ശരിക്കും പ്ലസ് ആയിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷെ രണ്ട് സ്ഥലത്ത് മൈനസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് റീസൺ എന്താന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അവിടുത്തെ സിയുടെ വാല്യൂ നമുക്ക് കാണാൻ പറ്റും. അവിടെ രണ്ട് സ്ഥലത്തും കോമൺ ആയിട്ടുള്ളത് സി ആണ്. അപ്പോൾ സിയുടെ വാല്യൂ ഒന്നെങ്കിൽ മൈനസ് ആയിരിക്കും. ഇനി സിയുടെ വാല്യൂ മൈനസ് അല്ലെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. എയുടെയും ബിയുടെ വാല്യൂ മൈനസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും മൈനസ് വരും. അതുകൂടാതെ ഇവിടെ എ ബി എന്ന് പറയുമ്പോൾ -a × -b + b എന്ന് വരും. അപ്പോൾ നമുക്ക് എയ്തർ സി ആണോ മൈനസ് അതോ എയും ബിയും രണ്ട് മൈനസ് ആണോ എന്നുള്ളത് മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ ക്വസ്റ്റ്യൻ്റെ ബാക്കി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും സി ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് തന്നിട്ടുണ്ട് നമുക്ക്. അതുകൂടാതെ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ആൻഡ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന സിയുടെ എല്ലാ വാല്യൂ എന്ത് വാല്യൂസ് ആണ്? പോസിറ്റീവ് വാല്യൂസ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ സിയുടെ വാല്യൂ എന്തായിരിക്കും? ഉറപ്പായിട്ടും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? നെഗറ്റീവ് എന്ന് പറയുന്നത്. നമുക്കത് ഇവിടുന്ന് ക്വസ്റ്റിനിൽ നിന്ന് നമുക്ക് ഫോർമുല നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫുൾ പോർഷനെ നമുക്ക് എങ്ങനെ എഴുതാം? -a - b + c ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അത് നമ്മുടെ a + b + c ദ ഹോൾ സ്ക്വയറിന്റെ ഫോർമുലയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിൽ ഈ രണ്ട് സ്ഥലത്ത് പ്ലസ് ആയിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷെ അവിടെ മൈനസ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സി മൈനസ് ആയിരിക്കും അല്ലെങ്കിൽ എയും ബിയും മൈനസ് ആയിരിക്കും. അപ്പോൾ സി മൈനസ് അല്ലെന്ന് മനസ്സിലായി. അപ്പോൾ സി മൈനസ് അല്ലെങ്കിൽ ഉറപ്പായിട്ടും എയും ബിയും മൈനസ് ആയിരിക്കും. സോ നമുക്ക് ഇവിടുന്ന് ആ ഒരു ഫോർമുലയിലോട്ട് നമ്മളത് കൺവേർട്ട് ചെയ്തപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള റിലേഷനിലേക്ക് നമുക്ക് വന്നേ. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു റിലേഷൻ കൊടുത്തിട്ടുണ്ട്. എ + ബിക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 5c എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ -a - ബിക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? -5c എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ മൈനസ് വരുമ്പോൾ ആ 5c എന്നുള്ളത് മൈനസ് ആവും. സോ അങ്ങനെയാണെങ്കിൽ -5c + c ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് 1024 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് അതൊന്ന് ഫെർദർ സോൾവ് ചെയ്താൽ നമുക്കിവിടെ -4c ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ആൻഡ് -4c ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ 16 മൈനസ് ഇൻറ്റു മൈനസ് അത് പ്ലസ് ആവും. ആൻഡ് സി സ്ക്വയർ എന്ന് വരും. അതാണ് നമുക്ക് 1024 എന്ന് കിട്ടുന്നത്. സോ ഇനി ഫെർദർ നമ്മൾ ഇതിനൊന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 16ഉം 1024 നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ 64 എന്ന് വരും. 64 × 16 ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 1024 വരുന്നത്. സോ നമുക്ക് ഇവിടെ നിന്ന് സി സ്ക്വയർ 64 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 64ന്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 8 എന്ന് ആൻസർ വരും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ കുറച്ച് കാൽക്കുലേറ്റീവ് ആണ്. നമ്മൾ മനസ്സിലാക്കി നോക്കി ചെയ്തില്ലെങ്കിൽ നമുക്കത് ഒരുപാട് സമയം വേസ്റ്റ് ആകാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. സോ ഡെഫിനറ്റ്ലി നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ ഒരു ഓൾജിബ്ര ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തന്നേക്കുന്നത് ഇഫ് p + q = 6 and pq = 4 then what is the value of pq + q ക്യൂബ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു p + q ദ ഹോൾ ക്യൂബിന്റെ ഫോർമുല എടുത്താൽ ഇവിടെ തന്നിരിക്കുന്ന എല്ലാ ടേംസും നമുക്ക് അവിടെ കിട്ടും. p + q ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം pq + q³ + 3p × q p + q.
നോക്കിയാൽ നമ്മുടെ ആ ഒരു ഫോർമുലകത്ത് എല്ലാ ടേംസും ഉണ്ട് അവിടെ ക്വസ്റ്റിനിൽ തന്നേക്കുന്നത്. പി പ്ലസ് ക്യൂ നമുക്ക് 6 ആണ് തന്നിട്ടുണ്ട്. സോ 6ന്റെ ക്യൂബ് നമുക്ക് ഇവിടെ എടുക്കാം. ഈക്വൽ ടു കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത് പി ക്യൂബ് പ്ലസ് ക്യൂ ക്യൂബ് ആണ്. സോ അതാണ് നമുക്ക് വേണ്ടിയത്. സോ അത് നമുക്ക് ഇവിടുന്ന് കിട്ടും. ആൻഡ് ദെൻ പ്ലസ് 3 ഇൻറ്റു പി ഇൻറ്റു ക്യൂയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. പി ഇൻറ്റു ക്യൂയുടെ വാല്യൂ ആണ് നമുക്ക് 4 എന്ന് തന്നിരിക്കുന്നത്. സോ 3 ഇൻറ്റു 4 ഇൻറ്റു പി പ്ലസ് ക്യൂയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 6 എന്ന്. സോ ആ പി പ്ലസ് ക്യൂയുടെ പ്ലേസ് നമുക്ക് 6 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പി ക്യൂബ് പ്ലസ് ക്യൂ ക്യൂബ് എന്ന് പറയുന്നത് 6ന്റെ ക്യൂബ് 216 എന്ന് വരും. ആൻഡ് ഈ 3 ഇൻറ്റു 4 12 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 72 വരും. ആ 72 ഇങ്ങ് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കത് -72 ആവും. സോ അങ്ങനെയാണെങ്കിൽ 216 മൈനസ് 72 144 എന്ന് വരും. സോ നമ്മുടെ ആൻസർ 144 ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നമുക്ക് ജസ്റ്റ് 3 സ്റ്റെപ്സിൻ്റെ അകത്ത് തന്നെ നമുക്ക് ആൻസർ വന്നിട്ടുണ്ട്. ആ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ പോലും അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആക്ച്വലി നമ്മൾ ഫോർമുലയാണ് എഴുതിയിരിക്കുന്നത്. സോ ആക്ച്വലി 2 സ്റ്റെപ്സിൽ തന്നെ നമുക്ക് ആൻസർ വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ദ റേഷ്യോ ഓഫ് ദ 2 നമ്പേഴ്സ് ഈസ് 5:4 ആൻഡ് ദർ HCF ഈസ് 4. വാട്ട് ഈസ് ദർ LCM? അപ്പോൾ എപ്പോഴും അറിഞ്ഞിരിക്കുക, നമ്മുടെ LCM കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം നമുക്ക് എപ്പോഴെങ്കിലും ക്വസ്റ്റിനിൽ ഇതേപോലെ HCF തന്നിട്ടുണ്ട്, ആ നമ്പേഴ്സിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. LCM കണ്ടുപിടിക്കാൻ വേണ്ടി HCF തന്നിരിക്കുന്ന HCF എടുക്കുക ഇൻറ്റു പ്രൊഡക്റ്റ് ഓഫ് ദി റേഷ്യോസ് ചെയ്താൽ മാത്രം മതി. പ്രൊഡക്റ്റ് ഓഫ് ദി റേഷ്യോസ് നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും. നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ HCF എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ആൻഡ് ആ റേഷ്യോസ് എന്തൊക്കെയാണ്? 5 ഇൻറ്റു 4 ആണ്. സോ ഇത് മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. സോ 4 ഇൻറ്റു 5 20, 20 ഇൻറ്റു 4 നമുക്ക് 80 എന്ന് വരും. ഓക്കെ, വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ വന്നു. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ എ 80 ആണ് നമ്മുടെ ആൻസർ. സോ ഈ ഒരു സെഷനിൽ നമ്മൾ CGLന്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. സോ ഈ ഒരു സെഷൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിന്റെ റിമൈനിങ് നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും സെഷൻസ് ഓൾറെഡി നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് വീഡിയോസ് എല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്, കാണാവുന്നതാണ് ഒരുമിച്ച് പ്ലേലിസ്റ്റിൽ നിന്ന്. ആൻഡ് ആദ്യമായിട്ടാണ് ഈ ഒരു സെഷൻ കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങോട്ട് വരാതിരിക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ കറക്റ്റായിട്ട് കാണാൻ വേണ്ടി ആൻഡ് മിസ്സാവാതിരിക്കാൻ വേണ്ടി. ആൻഡ് നമ്മൾ വരാതിരിക്കുന്ന ഫ്യൂച്ചർ CGL അതുപോലത്തെ CGL CHSL MTSന്റെ എക്സാംസിനൊക്കെ വേണ്ടി, അതേപോലെ തന്നെ റെയിൽവേയുടെ എക്സാംസിന് വേണ്ടിയാണ് ഈ ഒരു സെഷൻ ചെയ്യുന്നത്. സോ ഇതിന് മുമ്പുള്ള സെഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ചാനലിൽ നിന്ന് കാണാവുന്നതാണ്, ഇൻക്ലൂഡിംഗ് റെയിൽവേ ആൻഡ് GDയുടെ സെഷൻസ് നിങ്ങൾ കാണാവുന്നതാണ്. ആൻഡ് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ CGLന്റെ ബാക്കിയുള്ള റിമൈനിങ് ക്വസ്റ്റൻസും അതുപോലെ തന്നെ റെയിൽവേയുടെയും CHSLന്റെയും MTSന്റെയും ക്വസ്റ്റൻസ് ഇവിടെ ചെയ്യുന്നതായിരിക്കും. സോ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. വരുന്ന സെഷൻസ് നമുക്ക് കൂടുതൽ ക്വസ്റ്റൻസ് ആയിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.